ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ കാർണിവൽ. ഇന്ന് നമ്മൾക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കുമൊപ്പം കഴിക്കാൻ പറ്റിയ ചോളെ മസാല എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് എടുത്തു വയ്ക്കുക. ആദ്യം തന്നെ നമ്മൾക്ക് മസാലകളെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് പട്ട, ഏലക്ക, വയനേല, മല്ലി ഇത്രയും ഒന്ന് ഒരു പാനിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമ്മൾക്കൊരു മിക്സറിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് പൊടിപ്പിച്ചെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സവാള നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുന്നത്, അതായത് ഓണിയൻ പേസ്റ്റ്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു അല്പം സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ നിറമാകും. സവാള ഏകദേശം ഒന്നൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, ഇത് മൂന്നും കൂടെ നന്നായിട്ട് അരച്ച ഒരു മിശ്രിതമാണ്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ച മണം ഒന്ന് മാറി ഒന്ന് നന്നായി വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് വഴന്ന് ഒരു ചെറുതായിട്ടൊന്നൊരു എണ്ണ തെളിഞ്ഞു വരുന്ന ഒരവസ്ഥ വരെ എത്തണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് കയ്യിലില്ലെങ്കിൽ 2 തക്കാളി മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് അതൊന്ന് ചേർത്ത് കൊടുത്താലും മതിയാകും. ടൊമാറ്റോ പേസ്റ്റ് നന്നായി വഴന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ചില്ലി പൗഡറും ടെർമറിക് പൗഡറും ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ മസാലയിൽ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. എണ്ണയെല്ലാം നന്നായിട്ട് തെളിയുമ്പോഴേക്കും നമ്മൾക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല, നമ്മൾ ഓൾറെഡി കുറച്ച് ഹോൾ മസാല ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമ്മൾക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല അത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളക്കടലയോ അതല്ലെങ്കിൽ കറുത്ത കടലയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു അടപ്പ് കൊണ്ട് ഇതൊന്ന് മൂടി വയ്ക്കണം. അതിനുശേഷം ഒരു 7-8 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാനായിട്ടുള്ള ടൈം കൊടുക്കണം. നോക്കൂ, ഇപ്പോൾ ഏകദേശം കറി റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചോളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് വീട്ടിൽ തന്നെ അതിനേക്കാൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിത് തയ്യാറാക്കാൻ സാധിക്കും. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.